വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലൊരു ശുശ്രൂഷകനും ഞാനുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിശ്വാസികൾ ആരും ദാരിദ്ര്യത്തിലിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും സമ്പന്നരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അതിന് അദ്ദേഹം ഉദ്ധരിച്ച ഒരു വാക്യം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഈ വചനം സാമ്പത്തികപരമായി സമ്പന്നനാകുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്, സാമ്പത്തികമായി സമ്പന്നനാകുന്നതിനെ കുറിച്ച് തന്നെയാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൗലോസ് പറഞ്ഞ ആ ഉദ്ദേശവും നമ്മൾ ആ വചനത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഉദ്ദേശവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. നമ്മളോട് സമ്പന്നനാകാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ യേശുക്രിസ്തു ദരിദ്രനായി തീർന്നുകൊണ്ട് നമ്മളെ സമ്പന്നനാക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ 8-ാം അധ്യായവും 9-ാം അധ്യായവും നമ്മൾ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് കാര്യത്തിലാണ് നമ്മൾ സമ്പന്നരായിരിക്കേണ്ടത് എന്നുള്ളത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ യേശുക്രിസ്തു പറഞ്ഞിങ്ങനെയാണ്: ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 വചനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞത്, ഒന്ന്, ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുതെന്നും, 2, ധനവാനായ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ പോകുകയില്ല എന്നുമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശുക്രിസ്തു നമ്മൾ സമ്പന്നനാകാൻ വേണ്ടി യേശുക്രിസ്തു ദരിദ്രനായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ധനവാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ചു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരാണ് താൻ. അപ്പോൾ പിന്നെ നമ്മൾ സമ്പന്നനാകണമെന്ന്, യേശുക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം കൊണ്ട് നമ്മൾ സമ്പന്നനാകാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ദരിദ്രനായത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഈ വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്യം എല്ലാവരെ സംബന്ധിച്ചും ശരിയാണ്. അതായത് എല്ലാവരോടും ഈ വാക്യമാണ് ഇടപെടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവിടെയും ഇവിടെയും എവിടെയുമുള്ള ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ബാധകമാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലിരിക്കുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഈ വചനം ബാധകമാണെന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു പൗലോസ് പറഞ്ഞ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഭയിലിരിക്കുന്ന 100 പേരും സമ്പന്നരാകണം, അല്ലെങ്കിൽ 100 പേരെയും സമ്പന്നരാക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ദരിദ്രനായത്. അല്ലാതെ ചിലരെ സമ്പന്നനാക്കാനും ചിലർ ദാരിദ്ര്യത്തിലിരിക്കാനും വേണ്ടിയിട്ടല്ലല്ലോ യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ വാക്യം നമ്മളെല്ലാവർക്കും ബാധകമാണ്. അതായത് എല്ലാവരും സമ്പന്നനാകാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു എന്നാണ്. പക്ഷേ ചില സഹോദരന്മാർ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ സഹോദരി മനസ്സിലാക്കിയിരിക്കുന്നത്, അവർ സമ്പന്നരായതുകൊണ്ട് അവരുടെ ആ നിലയെ അവർ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വചനം ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ദാരിദ്ര്യത്തിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി യേശു ദരിദ്രനായി തീർന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാവരെയും സംബന്ധിച്ച് ബാധകമാണ്. ഒരു സഭയിലിരിക്കുന്ന 100 സഹോദരന്മാരുണ്ടെങ്കിൽ 100 പേര് സമ്പന്നരാവണം. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, ആ 8-ാം അധ്യായവും 9-ാം അധ്യായവും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങൾ 9-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
9, 10, 11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ദരിദ്രന്മാർക്ക് വാരി വിതറിക്കൊടുക്കുന്നു, അവിടുത്തെ ദയ എന്നേക്കും നിലനിൽക്കുന്നു. 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും തരുന്ന ദൈവം നിങ്ങൾ വിതച്ചത് മുളപ്പിക്കുകയും നിങ്ങളുടെ ഉദാര മനസ്കത മൂലം സമൃദ്ധമായ വിളവ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. എപ്പോഴും ഉദാരശീലരായിരിക്കുവാൻ വേണ്ടത്ര ഐശ്വര്യ സമൃദ്ധി ദൈവം നിങ്ങൾക്ക് നൽകും. ഞങ്ങളിൽ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കുന്നവർ നിങ്ങളുടെ ദാനങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കും. ഇവിടെ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യം മുഖാന്തരം നമ്മളെ സമ്പന്നരാക്കും എന്നാണ്. ആ സമ്പന്നത എന്താണെന്നാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. എപ്പോഴും ഉദാരശീലരായിരിക്കുവാൻ വേണ്ടത്ര സമൃദ്ധി ദൈവം നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം എന്തിനാണ് സമ്പത്ത് തരുന്നതെന്നറിയാമോ? ഉദാരശീലരായിരിക്കുവാനുള്ള സമ്പത്താണ് തരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏറെ പെറുക്കിയവന് ഏറെയും കുറവ് പെറുക്കിയവന് കുറവും കണ്ടില്ല. അവിടെ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലെ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്: സ്വർഗത്തിൽ നിന്നും മന്ന കൊടുത്തപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ ദൈവജനമെല്ലാം തുല്യരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉദ്ധരണി, പുറപ്പാട് പുസ്തകത്തിലെ ഒരു ഉദ്ധരണി പൗലോസ്ലീഹ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്: നിങ്ങൾക്ക് സുഭിക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ദുർഭിക്ഷത്തിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾ കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും സുഭിക്ഷമായിട്ടിരിക്കണം. അങ്ങനെ രണ്ടുപേരും സമത്വമുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കാരണം പൗലോസ്ലീഹയെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ സുഭിക്ഷമായിരിക്കുന്നത് അവർക്ക് കൊടുക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് നിങ്ങൾക്ക് ദുർഭിക്ഷമുണ്ടായാൽ അവർക്ക് സുഭിക്ഷവും ഉണ്ടായാൽ നിങ്ങളുടെ ദുർഭിക്ഷ കാലത്ത് അവരുടെ സുഭിക്ഷം നിങ്ങൾക്ക് ഉപകരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്: ഏറെ പെറുക്കിയവന് ഏറെയും കുറവ് പെറുക്കിയവന് കുറവും കണ്ടില്ല. അത് സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഒരു പരിഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്: അധികം സമ്പാദിച്ചവന് അധികവും ഉണ്ടായില്ല, കുറച്ച് സമ്പാദിച്ചവന് കുറവും ഉണ്ടായില്ല. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിൻ്റെ മക്കളെല്ലാവരും സുഭിക്ഷമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സമ്പന്നന്മാരായി ധനവാന്മാരായി ജീവിക്കണമെന്നല്ല, സുഭിക്ഷമായി ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പൗലോസ്ലീഹ ഒരു ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്: വിതയ്ക്കുവാനുള്ള വിത്ത് കൊടുക്കുന്നത് ദൈവമാണ്, അത് വിതച്ചു കഴിഞ്ഞാൽ മുളപ്പിക്കുന്നത് ദൈവമാണ്, അത് കഴിഞ്ഞ് അതിന് ഫലം തരുന്നതും ദൈവമാണ്. അപ്പോൾ വിത്തും ഭക്ഷിക്കാനുള്ള ആഹാരവും വിത്ത് മുളപ്പിക്കുന്നതും അതുപോലെ അതിന് ഫലം തരുന്നതും ദൈവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ വിത്ത് തരുന്നത് ദൈവമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് പൗലോസ്ലീഹ ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് പറഞ്ഞത്. വിത്ത് തരുന്നത് പോലെ ദൈവം സമ്പത്ത് തരികയാണ്. എന്തിനു വേണ്ടിയാ? അത് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വിത്ത് തരുന്നത് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ദൈവം കർത്താവായ യേശുക്രിസ്തു ആയി തീർന്നുകൊണ്ട് അവൻ സമ്പത്ത് നമുക്ക് തന്നത് വിതയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ എന്താ പറയണ, വിത്ത് ഇങ്ങനെ അറപ്പുരയിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അല്ലെങ്കിൽ കൂട്ടി വെക്കാനുള്ളതല്ല.
വിത്തെന്ന് പറയുന്നത് വിതയ്ക്കുവാനുള്ളതാണ്. അപ്പൊ വിതയ്ക്കുമ്പോൾ അത് മുളയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് ഉദാരമായി നിങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സമൃദ്ധി ദൈവം നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞില്ലേ, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പൊ നമ്മൾ വിതയ്ക്കാൻ എത്രമാത്രം വിത്ത് വിതയ്ക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവോ അത്രമാത്രം ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വിതയ്ക്കാൻ ലഭിക്കുന്ന വിത്ത് നമ്മൾ വിതയ്ക്കുന്നു, അതിൽ നിന്ന് ഫലം കിട്ടുന്നു, വീണ്ടും നമ്മൾ വിതയ്ക്കുന്നു, പിന്നെയും ഫലം കിട്ടുന്നു. അങ്ങനെ എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകുന്നു എന്നാണ്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗീയമായ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ദൈവജനത്തെ കാണുവാനായിട്ട്. നമ്മളിവിടെ കുറെ കരുതിക്കൂട്ടി വാരിക്കൂട്ടി വെക്കുവാനോ സമ്പാദിച്ചു വെക്കുവാനോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതാണ് എളുപ്പം. അപ്പൊ അത് വിശ്വാസികളെ സംബന്ധിച്ചും ബാധകമാണ്. അവിശ്വാസികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞ ഒരു വചനം അല്ലാതെ, ധനവാനാകുന്നവൻ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവൻ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരാൾ ധനവാനായി ജീവിക്കുവാനായിട്ട് യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു എന്നല്ല ആ വാക്യത്തിന്റെ ആശയം. അപ്പോൾ ദൈവം ഒരു വ്യക്തിക്ക് വിത്ത് കൊടുക്കുന്നത് പോലെ ദൈവം ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ നന്മകൾ നൽകുമ്പോൾ അവനോടത് വിത്ത് വിതയ്ക്കുന്നത് പോലെ ഉദാര മനസ്കതയോടെ ഉദാരമായി വിതരണം ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകും എന്നാണ് കൊരിന്ത്യരോട് പൗലോസ് ശ്ലീഹ പറയുന്നത്. അല്ലാതെ ഈ ഏറെ പെറുക്കിയവന് ഏറെയും കുറവ് പെറുക്കിയവന് കുറവും കണ്ടില്ല. ആര് കണ്ടില്ല? ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അധികം സമ്പാദിച്ചു വെച്ചവനും കുറച്ച് മാത്രം സമ്പാദിച്ചു വെച്ചവനും ദൈവം തുല്യമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ രണ്ടുപേരും ഒരുപോലെയാണ്. അധികം സമ്പാദിച്ചവന് ദൈവം മാനിച്ചു എന്നോ കുറവ് സമ്പാദിച്ചവന് ദൈവം ദ്വേഷിച്ച് എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം രണ്ടുപേരെയും ഒരുപോലെ കാണുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ 9-ാം വാക്യത്തിൽ വായിച്ചത്, അവൻ ദരിദ്രന്മാർക്ക് വാരി വിതറിക്കൊടുക്കുന്നു എന്നാണ്. വാരി വിതറിക്കൊടുക്കുന്നു. അപ്പോൾ അത് മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ 9-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അതായത് കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ദരിദ്രനായി തീർന്നത്? അവൻ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം വാരി വിതറി നമുക്ക് തന്നതുകൊണ്ടാണ് അവൻ ദരിദ്രനായി തീർന്നത്. ആ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ്. അപ്പൊ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച കൃപയും കർത്താവായ യേശുക്രിസ്തുവിനുള്ള കൃപയും എന്ന് പറയുന്നത് കൊടുക്കുവാനുള്ള കൃപയാണ്. ദരിദ്രന്മാർക്ക് കൊടുക്കുവാനുള്ള കൃപ. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ബുദ്ധിമുട്ടിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരുന്ന മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച കൃപ. അവർ ദരിദ്രരായിരുന്നിട്ടും അവർക്ക് കൊടുക്കുവാനുള്ള കൃപ. അതുപോലെ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു, അവൻ കൊടുത്ത് അവൻ ദരിദ്രനായി തീർന്ന കൃപ. അപ്പം മറ്റുള്ളവരോട്, ദുർഭിക്ഷത്തിലിരിക്കുന്ന ബുദ്ധിമുട്ടിലിരിക്കുന്നവരോട് കാണിക്കുവാനായി ദൈവം നൽകുന്ന കൃപ. ആ കൃപയാണ് ഉദാരമായി ദാനം ചെയ്യുവാനായിട്ട് സാമ്പത്തികമുള്ള സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്നത്. അപ്പൊ പൗലോസ് ശ്ലീഹ ഈ വചനം പറഞ്ഞതിന്റെ ആശയം എന്ന് പറയുന്നത്, നാം സമ്പന്നനായി ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന വരുമാനം എല്ലാം നമ്മളിങ്ങനെ കൂട്ടി വെച്ച് ഈ ഭൂമിയിൽ ഒരു നിക്ഷേപം സ്വരൂപിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രശംസിക്കുവാൻ വേണ്ടിയല്ല പൗലോസ് ശ്ലീഹ ആ വചനം പറഞ്ഞത്. മറിച്ച് ദൈവം വിത്ത് തരുന്നത് പോലെ, ആ തരുന്ന വിത്ത് വിതയ്ക്കുന്നത് പോലെ ദൈവം തരുന്ന സാമ്പത്തിക നന്മ ദുർഭിക്ഷത്തിലിരിക്കുന്ന, ബുദ്ധിമുട്ടിലിരിക്കുന്ന, ആവശ്യത്തിലിരിക്കുന്നവർക്ക് വാരി വിതറിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനുള്ള സമൃദ്ധി ദൈവം തരും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ബുദ്ധിമുട്ടിലിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആരും ദുർഭിക്ഷത്തിലിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ വീക്ഷണകോണിൽ
എല്ലാവരും സുഭിക്ഷമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരന്മാരെ, വേദപുസ്തകത്തിലെ ഒരു വചനം നാം ചെയ്തു പോരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ വചനം ഉപയോഗിക്കരുത്. ആ വചനം എന്ത് ഉദ്ദേശത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതിനെയാണ് വചനത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുന്നത്. ദൈവം ഒരു വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവദാസന്മാരിലൂടെ ഒരു വചനം പറയുമ്പോൾ, ആ വചനം പറയുന്ന ആ ദൈവികമായ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തുന്നതിനെയാണ് വചനത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്ന കൃപ, ആ കൃപ നമുക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയുടെ നിറവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിന്ന് സുഭിക്ഷമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ദുർഭിക്ഷത്തിലും ഇരിക്കുന്നവർക്ക് വാരി വിതറി കൊടുക്കാനുള്ള ഉദാര മനസ്കത നമുക്ക് വേണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു നമ്മളെ സമ്പന്നരാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. വാരി വിതറി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സമ്പന്നരാക്കുന്നത്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കേട്ടവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നാണ്. ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനേകരുടെ അടുക്കൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, മറ്റൊരു സഹോദരന്മാർക്ക് ഇത് ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് വീണ്ടും കാണാം. ആ സമയം വരെയും ദൈവം നമ്മളെ എല്ലാവരെയും മറക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.